ഫിലമെന്റ് കലാസാഹിത്യവേദിയുടെ കൺവെൻഷനും ഓണാഘോഷവും ശമ്പളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടന്നു. കാഞ്ചിയാർ SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കലാസാഹിത്യ രംഗത്തെ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഫിലമെന്റ് കലാസാഹിത്യവേദി. സംഘടന മികച്ച രീതിയിലാണ് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നത്. സംഘടനയുടെ കൺവെൻഷനും ഓണാഘോഷ പരിപാടികളും ജില്ലയിൽ നിന്നുള്ള 101 പ്രമുഖ കവികളുടെ കവിതകൾ ഉൾപ്പെടുത്തിയ ശബളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മവുമാണ് നടന്നത്. മലയാളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ഉന്മേഷ് ശിവരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സമയമാണ് ഈ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നതേയില്ല. പണ്ട് ഒരു പുസ്തകം നമ്മൾ ഇറക്കണമായിരുന്നുവെങ്കിൽ നമ്മുടെ ഒരു കഥയോ കവിതയോ നോവലോ എന്തെങ്കിലും ആകട്ടെ, അത് ഒന്ന് പുറത്തേക്ക് ഇറക്കണമായിരുന്നുവെങ്കിൽ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു കാലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരുപാട് സാധ്യതകൾ. ഈ പുതിയ കാലഘട്ടമാണ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലഘട്ടം, നമ്മുടെ നവമാധ്യമ കാലഘട്ടമാണ്. അത്തരത്തിലൊരു സാധ്യത നമുക്കിപ്പോൾ തുറന്നു വരുന്നത്. വളരെ വേഗത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ 100 കവിതകൾ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അതിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ എത്തിയ ഒന്നാണ് അല്ല. ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചാണ് നമ്മളിങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രസാധന സംസ്കാരത്തിലെത്തി നിൽക്കുന്നത്. അടുത്ത കാലം വരെ ഇവിടെയൊക്കെ ചില പ്രസാധക കുത്തകകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മനസ്സ് വെച്ചാൽ മാത്രമേ നമ്മുടെ കൃതികളൊക്കെ പുറത്തു വരികയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ മോബിനൊക്കെ ഉണ്ട്. മോബിൻ്റെയൊക്കെ കൃതികൾ പുറത്തു വരുന്നതാണ്. കാഞ്ചിയാർ ചേട്ടനുണ്ട്. അപ്പോൾ പണ്ടൊരു പുസ്തകം പുറത്തിറക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രസാധനം എന്ന് പറയുന്നത് അത്ര കഷ്ടപ്പാടുള്ളൊരു സംഗതിയല്ല. പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ചടങ്ങിൽ ഫിലമെന്റ് കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് ജോമ കുഞ്ഞുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഫിലമെന്റ് സംസ്ഥാന പ്രസിഡന്റ് NG മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ, കാഞ്ചിയാർ രാജൻ, മിനി മോഹനൻ, സുവർണകുമാരി ആലപ്പുഴ, ധന്വന്തരൻ വൈദ്യർ, NV രാജു നിർവത്തിൽ, ബിജു വൈശ്വംപറമ്പൻ, അഗസ്റ്റിൻ മാത്യു കണ്ടത്തിൽ, രവീന്ദ്രനാഥ് MP തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ജില്ലയിലെ കലാ സാംസ്കാരിക പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.